ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പുരാതന വസ്തുവിൻ്റെ മേക്ക് ഓവറാണ്. ഇതിന് ഏകദേശം ഒരു 10-18 വർഷത്തെ പഴക്കം ഉണ്ടാവും കേട്ടോ. ഞാനൊരു 10th-ലോ 11th-ലോ അങ്ങനെ പഠിക്കുന്ന ഒരു ടൈമിലാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണിത്. അതുകൊണ്ട് തന്നെ എനിക്കിത് കളയാനും തോന്നിയില്ല. ഇത് ആക്ച്വലി ഒരു ടൈം പീസാണ്. അതിൻ്റെ ഉള്ളിലുള്ള ആ ക്ലോക്ക് പോലത്തെ സാധനമൊക്കെ പണ്ടേ ചതിൽ നിന്ന് പോയതാണ്. പക്ഷേ ഞാൻ ഇത് മാത്രം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാണ്. പക്ഷേ ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 2 കോട്ട് ജെസ്സോ അടിച്ചു കൊടുത്തു. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ആണ് ഞാൻ പെയിൻറ് കൊടുക്കാൻ തുടങ്ങിയത്. ഞാൻ ഇതിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്നുണ്ട്. കാരണം ബാക്ക് സൈഡ് മാത്രം വിട്ട് വെച്ചാൽ അതൊരു ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. ഒന്നാമതേ ഇതിനൊരു ചളി പിടിച്ച കളറായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ ജെസ്സോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജെസ്സോ ഒക്കെ അവിടെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ 2 ഫിഷിനും ഏത് കളർ കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ കറക്കി കുത്തി ആ ഫസ്റ്റ് ചെറിയ ഫിഷിന് യെല്ലോ കൊടുക്കാമെന്ന് വിചാരിച്ചു. യെല്ലോയിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് പേസ്റ്റൽ കളേഴ്സ് ആക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. രണ്ടാമത്തെ വലിയ ഫിഷിന് ഓറഞ്ച് കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിന് ഓറഞ്ച് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്ലൂ ആണ് ഞാൻ കൊടുത്തത്. ഒരു ഓറഞ്ച് ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്കെന്തോ ആ ഒരു ബ്ലൂ അടിച്ചു കൊടുത്തപ്പം വലിയൊരു ലൈക്കായില്ല. ഇനി ആ സെയിം കളർ പെയിൻ്റ് എടുത്തിട്ട് ഞാൻ വാട്ടറിൻ്റെ ആ ഭാഗത്തും ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഗ്രാസ് പോലെയുള്ള സാധനത്തിനൊക്കെ പെയിൻറ് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ഒരു ബ്ലൂ കളർ അങ്ങോട്ട് അത്ര ഇഷ്ടമായില്ല എന്ന്. അപ്പം ഞാൻ അതിൻ്റെ മേലെ ഒരു പിങ്ക് കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിങ്ക് എന്ന് പറയുമ്പം അതിൽ ചെറുതായിട്ട് റെഡ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറച്ച് പിങ്കും റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇനി സ്റ്റാർ ഫിഷിനെ ഒന്ന് കളർ അടിച്ചെടുക്കാം. സ്റ്റാർ ഫിഷിന് ഞാൻ പിങ്ക് ആണ് കൊടുക്കുന്നത്. അങ്ങനെ സ്റ്റാർ ഫിഷിന് പെയിൻ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അടുത്തത് ക്രാബ് വരുന്നത്. ക്രാബിന് ഞാനൊരു പീച്ച് ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഈ കൊടുത്ത കളേഴ്സ് എല്ലാം ഞാൻ വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തത്. പിന്നെ വരുന്നത് സീ ഹോസ് ആണ്. സീ ഹോസിന് ഇതുപോലെ ഞാനൊരു പേർപ്പിൾ കളർ കൊടുക്കുന്നുണ്ട്.
പിന്നെ ഒരു പേർപ്പിൾ ആൻഡ് യെല്ലോ ആണ് ഞാൻ കൊടുക്കാൻ വിചാരിക്കുന്നത്. ഇനി ലാസ്റ്റ് കണ്ണും കൂടെ വരച്ചു കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ എല്ലാത്തിനും കണ്ണ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണും മുഖമൊക്കെ വരച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഫിഷിൻ്റെ കളറ് വീണ്ടും ഒന്ന് ചേഞ്ച് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് അതിൻ്റെ മേലെ അടിച്ചു കൊടുത്തു. അതാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ട് തോന്നിയത്. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ മിഡിലിൽ കാണുന്ന റൗണ്ടില്ലേ, അവിടെ ഞാനൊരു ഫോട്ടോ ഫ്രെയിം ആക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ആ ഫോട്ടോ ഫ്രെയിം വെക്കുമ്പം ഒരു ബോർഡർ പോലെ കുറച്ച് തെർമോക്കോൾ ബോൾസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തെർമോക്കോൾസ് ഇതുപോലെ ഇങ്ങനെ യെല്ലോ പെയിൻറ്റിൽ മുക്കിയിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അതിന് മുന്നേ ഞാൻ അതിൻ്റെ മുകളിൽ നമുക്ക് ഫോട്ടോ പേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ എൻ്റെ മക്കളെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ ഒരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ തെർമോക്കോൾ ബോൾസ് എല്ലാം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് B1000 ഗ്ലൂ ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഗ്ലൂ അത്യാവശ്യം സ്ട്രോങ് ആണല്ലോ. അപ്പം ഈ തെർമോക്കോൾ ബോൾസിന് അത് താങ്ങാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് അത് മെൽട്ടായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മൾ ലാസ്റ്റിലേക്ക് ഒട്ടിച്ച ബോൾസൊക്കെയാണ് അത് അവിടെ തന്നെ നിന്നത്. ഫസ്റ്റിൽ ഒട്ടിച്ചത് അത് ആ ഗ്ലൂവിൻ്റെ സ്ട്രോങ് കൊണ്ട് അതവിടെ മെൽട്ടായി പോയ പോലെ. പിന്നെ ഞാനത് മാറ്റിയിട്ട് വീണ്ടും ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ വലിച്ചെറിയാനിരുന്ന ഒരു പഴയ ടൈം പീസാണ് ഇതുപോലൊരു ക്യൂട്ട് ഫോട്ടോ ഫ്രെയിം ആക്കി എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.